കേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിന്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് പോയാലോ? അങ്ങനെ സിനിക്ക് ആകെ വിഷമാവുന്നേ. അപ്പം സിത്താര ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പൊ സിനി പറയും, സാരമില്ല മേഡം, മേഡം ഗാഥാ മേഡത്തിന്റെ അടുത്തേക്ക് പോയിക്കോളൂ, ഞാൻ വെറൊരു ജോലിക്കാരിയല്ലേ, എനിക്ക് ഇതൊക്കെ കിട്ടുള്ളൂ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുകയാണ്. സിതാരയ്ക്ക് അവിടെ മറുപടി ഒന്നും കൊടുക്കാൻ പറ്റാതെ ആകുകയാണ്. അങ്ങനെ സിനി ആകെ വിഷമിച്ച് ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുകയാണ്. അങ്ങനെ സിതാര എന്നിട്ട് മനസ്സോടെ ഗാഥയുടെ റൂമിലേക്ക് പോവുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ പുഴയോരം വീട്ടിലേക്ക് തങ്കവും കൃഷ്ണയും കൂടെ ചെല്ലുകയാണ്. അങ്ങനെ അവര് പതുക്കെ ചെല്ലുന്നു, പുറത്ത് നിൽക്കുന്നു. അപ്പൊ അവിടെ ആരെയും കാണുന്നില്ല. പിന്നീട് വിളിക്കുമ്പോഴത്തേനും നമ്മുടെ മൂർത്തി ഇറങ്ങി വരും. അപ്പൊ മൂർത്തി കുറച്ച് പൈസയും കൊണ്ട് വരും. എന്നിട്ട് ഇങ്ങനെ 100 രൂപ കൊടുക്കും. നിങ്ങൾ ആരാണെന്നൊക്കെ ചോദിക്കും. അപ്പം കൃഷ്ണ ചോദിക്കും, അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത് ചോദിക്കും. അല്ല, ഇവിടുത്തെ മേഡം പറഞ്ഞിരിക്കുന്നത് ഭിക്ഷയ്ക്ക് ആരെങ്കിലും വന്നാല് വല്ലതും കൊടുത്തു വിടണം എന്നാണ്, അകത്തേക്ക് കേറ്റരുതെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയും. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഇത് എന്റെ അച്ഛന്റെ വീടാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ പറയുന്ന അയാളൊന്നും ഇവിടെ ഇല്ലല്ലോ എന്ന് മൂർത്തി കളിയാക്കി പറയേ. അപ്പൊ കൃഷ്ണയ്ക്ക് നല്ല ദേഷ്യം വരും. അപ്പൊ കൃഷ്ണ പറയും, വാ അമ്മേ, നമുക്ക് അകത്തേക്ക് പോവാന്നും പറഞ്ഞിട്ട് മൂർത്തിയെ തള്ളി മാറ്റിയിട്ട് ഇവർ രണ്ടുപേരും അകത്തേക്ക് കയറുക. അകത്തേക്ക് കയറുമ്പോഴത്തേനും നമ്മുടെ സത്യവതി ഇങ്ങനെ എന്താ പറയാ, ഒരു രാജ്ഞിയെ പോലെ കാലിന്റെ മുകളിൽ കാലൊക്കെ കയറ്റി ഇങ്ങനെ സോഫയിൽ ഇരിക്കുകയാണ്. സോഫയിൽ ഇരിക്കുമ്പോഴത്തേനും ഇവര് വരുമ്പോഴത്തേനും മൂർത്തിയോട് ചോദിക്കും, മൂർത്തി ഇതെന്താ മൂർത്തി ഇവരെയൊക്കെ ഇങ്ങോട്ട് അകത്തേക്ക് കയറ്റിയത്? ഞാൻ പറഞ്ഞിട്ടില്ലേ പിച്ചയ്ക്ക് വരുന്നവരെ കാശ് കൊടുത്ത് അങ്ങ് വിടണമെന്ന്. അപ്പൊ ഉടനെ കൃഷി ചോദിക്കും, മേഡം എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ചോദിക്കും. അപ്പൊ തങ്കവും ചോദിക്കും, എന്താ മേഡം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഞങ്ങളെ അറിയാത്തതുപോലെ, പിന്നെ എനിക്ക് നിങ്ങളെ എങ്ങനെ അറിയാം, നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ കൃഷ്ണ പറയുന്നത്, എന്റെ അച്ഛന്റെ വീടാണ്, പിന്നെന്താ ഞാൻ ഇവിടെ താമസിച്ചാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കും. നിന്റെ അച്ഛന്റെ വീടോ? ഇതിപ്പോ സത്യവതിയുടെ പേരിലാടി ഉള്ളതെന്ന് പറയും. സത്യവതിക്ക് എഴുതി തന്ന ഡോക്യുമെന്റ് ഉണ്ട്, നിനക്ക് കാണണമെന്ന് ചോദിക്കും. അപ്പൊ മൂർത്തിയോട് പറയും, മൂർത്തി ആധാരമൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ട് വരാൻ പറയും. അങ്ങനെ ആധാരം എല്ലാം എടുത്തിട്ട് വന്നിട്ട് കാണിക്കും. എന്നിട്ട് മൂർത്തിയോട് ചോദിക്കും, മൂർത്തി ഇതാരാണ് എനിക്ക് എഴുതി തന്നത്? അത് കൃഷ്ണയും തങ്കവും. അപ്പോഴാണ് കൃഷ്ണയ്ക്ക് ഓർമ്മ വരുന്നത് അന്ന് കുറെ പേപ്പറിൽ ഒപ്പിട്ട കാര്യം. അപ്പൊ കൃഷ്ണയ്ക്ക് മനസ്സിലാകും തങ്ങളെ ചതിച്ച് വാങ്ങിയതാണെന്ന്. അപ്പം കൃഷ്ണ പറയും, സ്വന്തം അനിയനെ ചതിച്ചു വാങ്ങിയതൊക്കെ എത്ര കാലം നിലനിൽക്കുന്നു ചോദിക്കും. അപ്പൊ ഉടനെ സത്യവതി അറിയും, പൈസ ഉണ്ടെങ്കിൽ മാത്രമേ വിലയുള്ളടി, പൈസയ്ക്ക് മുകളിൽ പരുന്തും പറക്കും, പൈസ ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാകും. ഇതിനു വേണ്ടി തന്നെയാണ് സത്യവതി ജീവിച്ചത്, അല്ലാതെ നിന്നെ പോലെ ഇങ്ങനെ നടക്കാനല്ല. ഇത് എനിക്കുള്ളതാണ്, ഇനി സത്യവതിയാണ് ഈ സാമ്രാജ്യത്തിന്റെ മൊത്തം ഉടമസ്ഥാവകാശം എന്ന് പറയുകയാണ്. ആഹ് അപ്പൊ കൃഷ്ണ പറയും, ഇതിനൊക്കെ ദൈവം തിരികെ തരുന്ന ഒരു അവസ്ഥ വരും എന്ന് പറയുകയാണ്. എന്ത് ദൈവം എന്ന് ചോദിക്കുക. അപ്പൊ പറയാം, എന്റെ അച്ഛൻ വരുന്നത് വരെയുള്ളൂ നിങ്ങളുടെ കളി എന്ന് പറയും. നിന്റെ അച്ഛൻ എങ്ങനെ വരാനാടി, നിന്റെ അച്ഛൻ ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല എന്ന് പറയും. അപ്പൊ മൂർത്തി പറയും, പിന്നെ ഇപ്പോഴത്തെ കാര്യം നോക്കിയാൽ മതിയല്ലോ, വരുമ്പോഴല്ല, അത് അന്നേരം ഞങ്ങൾ നോക്കിക്കോളാന്ന് പറയേ. അപ്പൊ കൃഷ്ണ പറയും, ഞാൻ വരും തിരികെ ഇവിടെ എന്റെ അച്ഛന്റെ കൂടെ, അന്ന് നിങ്ങൾ ഇതിനൊക്കെ കണക്ക് പറയേണ്ട അവസ്ഥ വരും എന്ന് പറയുകയാണ്. അപ്പൊ മൂർത്തിയോട് പറയും, മൂർത്തി നിങ്ങൾ രണ്ടുപേരെ ഇറക്കി വിടുന്ന് പറയുകയാണ്. അപ്പൊ ഉടനെ കൃഷ്ണ പറയും, നിങ്ങൾ ഇറക്കി വിടുവൊന്നും വേണ്ട, ഞങ്ങൾ പൊക്കോളാം, തൽക്കാലം ഞങ്ങൾ പോകുന്നു, പക്ഷെ ഞാൻ വീണ്ടും വരുമെന്ന് കൃഷ്ണ പറയുകയാണ്. അങ്ങനെ കൃഷ്ണയും തങ്കവും കൂടെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്, തെരുവിലേക്ക് നടക്കുകയാണ്. അപ്പൊ അവരുടെ മുമ്പിൽ ഒരു വീടില്ല, സ്ഥലവുമില്ല, ഒന്നുമില്ല, ഇവിടെ പോകുന്നറിയാതെ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. ഇതേ സമയത്ത് കളരിക്കലാണെങ്കിൽ നവീൻ ആകെ ടെൻഷൻ ആവുന്നു, ഗാഥയെ തല്ലിയേന്. അപ്പൊ സുമിത്രയോട് പറയുന്നു, അമ്മ ഞാൻ തല്ലിയത് ശരിയായില്ല, എനിക്കതിൽ വിഷമമുണ്ട്, അവളുടെ അടുത്ത് സോറി പറയണമെന്ന് പറയുകയാണ്. അപ്പൊ സുമിത്ര പറയാം, അതേ മോനെ തല്ലിയത് ശരിയായില്ല, മോൻ ഒന്ന് വിളിച്ചു നോക്കാൻ പറയാം. അപ്പൊ നവീൻ പറയും, വിളിക്കേണ്ട അമ്മ, നേരിട്ട് പോകാന്ന് പറയും. അപ്പൊ സുമിത്ര പറയും, മോൻ തനിയെ പോണ്ട, ഞാനും കൂടെ വരാം. അപ്പൊ നവീൻ പറയാം, അത് വേണ്ടമ്മേന്ന്, മോൻ നാണക്കേടൊന്നും വിചാരിക്കണ്ട, സിദ്ധാരയുടെ മുമ്പിൽ താഴ്ന്നു നിന്നാലും എനിക്ക് പ്രശ്നമില്ല, അതെല്ലാം എന്റെ മോന് വേണ്ടിയല്ലേ, ഞാനും കൂടെ വരാന്ന് പറയും. അങ്ങനെ സുമിത്രയും നവീനും സിതാരയുടെ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നീട് വീണ്ടും നമ്മുടെ കൃഷ്ണയും തങ്കവും കൂടെ ഈ ഇങ്ങനെ വഴിയോരത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അവിടെയുള്ള നാട്ടുകാർ വരുന്നത്. അപ്പൊ അവര് ചോദിക്കും, എന്ത് പറ്റി കൃഷ്ണേന്ന്. അപ്പൊ കൃഷ്ണ കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ അവര് പറയും, നിങ്ങൾ ഈ ഇവിടുന്ന് എവിടെയും പോകാൻ പാടില്ല, നമുക്ക് അങ്ങോട്ട് ചെല്ലാം, അവരോട് സംസാരിക്കാന്ന് പറയാം. അപ്പൊ കൃഷ്ണ പറയാ, തെളിവുകളെല്ലാം അവരുടെ കയ്യിൽ ഉണ്ടല്ലോ, നമുക്ക് എന്ത് സംസാരിക്കാം, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അച്ഛൻ വരാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയും. അപ്പൊ അവര് പറയാം, അച്ഛൻ വരുന്നവരെ മോള് എന്റെ വീട്ടിൽ നിന്നോളൂ, ഞാനും എന്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ എന്ന് പറയും. അപ്പൊ തങ്കം പറയാം, അത് വേണ്ട സാറേ എന്ന് പറയും. അപ്പൊ പറയും, പിന്നെ നിങ്ങൾ എവിടെ പോകും എന്ന് പറയും. നിങ്ങൾ ഇവിടെ തന്നെ വേണം, അല്ലാതെ ശരിയാകത്തില്ല എന്ന് പറയാം. അപ്പോഴാണ് മോളിക്കുട്ടി ഓട്ടോയും കൊണ്ട് വരുന്നത്. മോളിക്കുട്ടിയെ കാണുമ്പോഴത്തേനും കൃഷ്ണ കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുകയും, മോളിക്കുട്ടി പറയും, ഇപ്പോഴാണ് ഞാനടി കാര്യങ്ങളൊക്കെ അറിഞ്ഞത്, ആ ഗോപാലൻ മാമൻ പറഞ്ഞപ്പോൾ നമ്മളൊന്നും വിശ്വസിച്ചില്ല. അപ്പൊ കൃഷ്ണ പറയും, ഗോപാലൻ മാമയ്ക്ക് എന്ത് പറ്റിയെന്ന് പോലും അറിയില്ല, അവരെന്തോ ചെയ്തിട്ടുണ്ട്,
എന്ന് പറയുകയാണ്. എന്തായാലും എടീ കൃഷ്ണ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷെ ഗോപാലമാമന്റെ വീട്ടിൽ പോയി താമസിക്കാം. അത് ഗോപാലമാമന് അനിയൻ സാറ് എഴുതി കൊടുത്ത വസ്തുവാണ്. അവിടെ ആരും നിങ്ങളെ ചോദ്യം ചെയ്യാൻ വരത്തില്ല. നമുക്ക് അങ്ങോട്ട് പോകാന്ന് പറയും. അപ്പൊ അവിടെ ഒരു നാട്ടുകാരും പറയും, അതേ മോളെ നിങ്ങൾ അങ്ങോട്ട് തന്നെ ചെല്ല്. നിങ്ങൾക്ക് കൂട്ടായി മോളിക്കുട്ടിയുണ്ട്. 6 ആണിന്റെ കരുത്താണ് മോളിക്കുട്ടി. അതുകൊണ്ട് നിങ്ങളൊന്നും പേടിക്കണ്ട. ഞങ്ങളെല്ലാം നിന്റെ കൂടെ ഉണ്ടെന്ന് കൃഷ്ണയ്ക്ക് വാക്ക് കൊടുക്കുകയാണ്, ഉറപ്പ് കൊടുക്കുകയാണ്. അപ്പൊ കൃഷ്ണയ്ക്ക് ഒരു സമാധാനമാവുകയും അവരങ്ങനെ ഗോപാലന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇതേ സമയത്ത് കളരിക്കിലേക്ക് സുമിത്രയും നവീനും കൂടെ ചെല്ലും. കോളിംഗ് ബെൽ അടിക്കുമ്പോൾ സിനി തുറക്കുക. അപ്പൊ സിനിയോട് ചോദിക്കും, ഗാഥയും സിദ്ധാരയും ഇല്ലേന്ന് ചോദിക്കും. ഉണ്ടെന്ന് പറയും. അകത്തേക്ക് കയറി വരാൻ പറയും. അങ്ങനെ അകത്ത് സോഫയിൽ ഇരിക്കുകയാണ്. ആ സമയത്താണ് സിദ്ധാരൻ ഭയങ്കര ദേഷ്യത്തിൽ വന്നിട്ട് സോഫയിൽ കാലിന്റെ മുകളിൽ കാലും കയറ്റി ഇങ്ങനെ ഇരിക്കെ. അപ്പം നവീൻ ചോദിക്കും, ഞാന് ഗാഥയെ കാണാൻ വന്ന എന്താന്ന് ചോദിക്കുക. അപ്പം സിതാര പറയോ പ്രശ്നങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, കൂടുതലൊന്നും പറയണ്ടെന്ന് പറയേ. അപ്പൊ നവീൻ പറയും, ഞാൻ തല്ലിയത് മോശമായി പോയി, അതെനിക്കറിയാന്ന് പറയും. അതിന് തല്ലാൻ മാത്രം അവിടെ എന്താ പ്രശ്നം ഉണ്ടായെന്ന് ചോദിക്കും. അപ്പൊ നവീൻ പറയും, മേഡം എന്റെ പെങ്ങളെ വെച്ച് മോശം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇഷ്ടപ്പെടുമോ, മേഡത്തിനാണോ ഇഷ്ടപ്പെടുമോ എന്ന് ചോദിക്കും. അതും കീർത്തിയെ വെച്ച് കീർത്തി ഞാനുമായിട്ട് ഒന്നുമില്ലെന്ന് മേഡത്തിന് പോലും അറിയാലോ. അതൊക്കെ പറയുമ്പോൾ ആർക്കായാലും ദേഷ്യം വരില്ലേ എന്ന് പറയും. എന്തായാലും ഞാൻ ഗാഥയുടെ അടുത്ത് പോയി സോറി പറയാന്ന് പറയും. അങ്ങനെ ബെഡ്റൂമിലേക്ക് ചെല്ലുമ്പോൾ ഗാഥ നല്ല ഉറക്കം. അപ്പം നവീൻ ഇങ്ങനെ ആലോചിക്കും, എത്രയോ നല്ല മൊമെന്റ്സ് എനിക്ക് ഗാഥ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് അവളുടെ ജീവിതത്തിൽ വന്ന ചെറിയൊരു തെറ്റല്ലേ. എന്നിട്ട് ഇങ്ങനെ തലയിൽ തടവി കൊടുക്കുക. ആ സമയത്ത് ഗാഥ ചാടി എഴുന്നേക്കുമ്പോ നവീൻ എന്താ വന്നേന്ന് ചോദിക്കാം. പറയും, നിന്റെ അടുത്ത് സോറി പറയാം, ഐ റിയലി സോറി എന്ന് പറയും. അത് സോറി പറയാനാണ് ഇത്രയും ദൂരം വന്നേന്ന് ചോദിക്കുന്നത്. സോറി പറയാൻ മാത്രമല്ല, തന്നെയും കൊണ്ട് കളരിയിലേക്ക് തിരിച്ചു പോകാനും കൂടിയേ വന്നേന്ന് പറയേ. അപ്പൊ പറയും, അങ്ങനെ വരണമെങ്കിൽ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്. ഇനി ഉദയനും നിർമ്മലയും കീർത്തി അവിടെയും കാണാൻ പാടില്ല എന്ന് പറയും. അപ്പൊ നവീൻ പറയും, അത് പറ്റില്ല, അത് മുത്തശ്ശി പറയുന്നേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇതാണ് എന്റെ തീരുമാനം എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ശരി, നീ ഇവിടെ തന്നെ നിന്നോളാൻ പറയാണ്. അങ്ങനെ നവീൻ തിരികെ പോവുകയാണ്. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. അപ്പൊ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അപ്പൊ ഓക്കെ, ബൈ ബൈ.